ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മിക്കാണ്. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ വെറുതെ പണിയും തരവും ഇല്ലാതിരുന്നപ്പോൾ ഇത് പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. വെറുതെയാണ് കേട്ടോ. ഞങ്ങളുടെ മാഗസീൻ്റെ കവർ പേജിൽ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. കവർ പേജിൽ അപ്പം അത് ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വരികയാണ്. ഞങ്ങളുടെ അവിടെയൊന്നും ഈ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ആലത്തൂർ വന്നു. അപ്പോൾ ഞങ്ങളത് അവിടെ എത്തി എന്നിട്ട് വെറുതെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ബേക്കറി കയറിയിട്ട് കുറച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്തോ ബ്രെഡ് പോക്കറ്റ് ചിക്കനാണ്. അപ്പോൾ അതും മേടിച്ചു. അത് ചിക്കനാണെന്നോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, കാരണം അതിൽ ചിക്കൻ്റെ ഒന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ കോഫി മേടിച്ചു. അച്ഛനും അമ്മയും മറ്റേ ഒരു പപ്സ് ആയിരുന്നു മേടിച്ചത്. പക്ഷെ അത് പപ്സ് ആണോ എന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് പപ്സിനെ പോലെ അല്ലായിരുന്നില്ല, ഞാൻ അതുവരെ കാണാത്തൊരു ഷേപ്പിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി അവിടെ നിന്ന് കിട്ടിയ ചാൻസ് മുതലാക്കി ഞാൻ അവിടുത്തെ ടൊമാറ്റോ സോസൊക്കെ ഫുള്ളെടുത്ത് അത് കഴിഞ്ഞൊന്നും എന്തോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഞാൻ എവിടെ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടും ചെയ്യട്ടെ. അവിടുത്തെ ടിഷ്യൂ ആണ് ആദ്യം കണ്ടു നോക്കുക. അവിടെ ടിഷ്യൂ ഉണ്ടായിരുന്നു, അത് ഞാൻ ഫുള്ളെടുത്തിട്ട് വന്ന് എന്താ ചെയ്യുക, നിങ്ങൾ എന്നെ പോലെയാണോ ഗൈസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതും കഴിച്ച് എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടി വലുതായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ കിട്ടിയപ്പോൾ ഇതായിപ്പോയി. പിന്നെ ഞാൻ കോഫി കുടിച്ച് എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് പിന്നെ കഴിച്ചപ്പോൾ പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ എനിക്കിഷ്ടമായി. ആദ്യം അതിൻ്റെ ഷുഗർ ഫുള്ളായിട്ടൊന്നും അലിഞ്ഞിട്ടില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ അവിടെ ഒന്നും മാഗസീൻ്റെ അവിടെ ഇത്രയും വലിയ ഇതിൽ പോയിട്ട് ഒരു മാഗസീൻ്റെ ഒരു പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ പോയി അത് മേടിച്ച് 5 മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരെണ്ണം മേടിച്ചതും ചിലപ്പോൾ അങ്ങനെ കേട് വന്നാലോ വിചാരിച്ചിട്ട് 5 മേടിച്ചു. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടനല്ല ആ അങ്കിളിൻ്റെ അടുത്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചിട്ട് ഞങ്ങൾ നിന്ന് 1-2 ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് അത് ഒന്ന് ഞങ്ങൾ ഈ റീലെടുക്കണം പറഞ്ഞിട്ട് അത് വെറുതെ ഒന്ന് കാണിച്ചതാണ്. അപ്പം ആലിയ ശ്രീജിത്ത് എന്നൊക്കെ കവർ പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്ന്. പിന്നെ അത് മാത്രമല്ലായിരുന്നു, ഞങ്ങൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ തരാമെന്ന്. പക്ഷെ അത് ഓണം ആയതുകൊണ്ട് കുറേ പേര് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ വന്നതെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെയാണ് നോക്കിയപ്പോൾ മനസ്സിലായത് ഇത് MS ടെക്സ് ഏലംപിള എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തമിഴ്നാടാണ് നമ്മളുടെ ഓണത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു സാരി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാരിയാണ് ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ അധികം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് അതിൻ്റെ ഉള്ളിൽ തുറന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തുറന്നു നോക്കി. അത് ബ്ലൗസ് പീസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല, ആ സാരി മാത്രമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അതിന് വേണ്ട ആവശ്യത്തിനുള്ള ബ്ലൗസ് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം പോയി. അങ്ങനെ അതും മേടിച്ച്. അത് ഒരേപോലത്തെ കളർ വന്നോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് കുറച്ചൊക്കെ ഒരേപോലെ ആയിരുന്നു. ഡാർക്ക് ബ്ലൂ ആയിരുന്നു ഞങ്ങൾ ബ്ലൗസായിട്ട് ചൂസ് ചെയ്തത്. അവസാനം വെറുതെ പ്ലെയിനായിട്ട് അടിച്ചു തന്നിട്ട് അമ്മയാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴുത്തത് എല്ലാം അമ്മയാണ് ചെയ്തത്. പിന്നെ സാധാരണ ഞങ്ങൾ അല്ലെങ്കിൽ ചിലപ്പം സീവ്ലെസ് ഇല്ലെങ്കിൽ പഫ് കൈയാണ് വയ്ക്കുക. അപ്പം ഇന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ കൈയാണ് വെച്ചത്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. സാരിയിൽ എങ്ങനെയാണ് ഉള്ളത്, എന്നെ കാണാൻ ഭംഗിയുണ്ടോ അതോ വേറെ ഡ്രസ്സിലാണ് എന്നെ കാണാൻ ഭംഗി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.